വെൽക്കം ടു ഹനാസ് കുക്കിംഗ് വേൾഡ്. ഹനാസ് കുക്കിംഗ് വേൾഡിൽ ഇന്നൊരു ചക്ക ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ 500 ml പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, അതിലേക്ക് കുറച്ച് പാലും കൂടി മിക്സ് ആക്കിയിട്ട് വെച്ചതാണിത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഈ തിളച്ചിരിക്കുന്ന പാലിലേക്ക് അത് ചേർത്ത് കൊടുക്കുക. നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട കെട്ടാതെ വേണം, പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുറുകി വരും. അതിലേക്ക് ഗോതമ്പ് പൊടിയെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് പകരം മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം നല്ല തിക്കായി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് വാനില എസൻസ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് ചേർത്താൽ വേറൊരു ടേസ്റ്റാണ് ഐസ്ക്രീമിന്. ശേഷം നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടി കട്ട പിടിക്കാതെ നോക്കണം. പെട്ടെന്ന് തിക്കായി വരും. അപ്പോൾ തീ കുറച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ ചക്കയുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചക്ക നല്ല കൂടുതൽ മധുരം ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് വെക്കുക. നല്ല ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും, അടി പിടിക്കുകയും ചെയ്യും. അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് തണുക്കാൻ വേണ്ടി വെക്കുക. ഒരു 10 ചോള ചക്ക ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. അത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കുക. മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നല്ല പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഉള്ളൂ ഐസ്ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മിക്സ് ഉണ്ടല്ലോ, പാലും ഗോതമ്പ് പൊടിയൊക്കെ അല്ലേ, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അത് തണുത്ത ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിക്സ് ചേർത്തിട്ട് ഒന്നും കൂടി നമുക്ക് ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ അടിച്ചോടെ എടുത്തിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. 2 മണിക്കൂറിന് ശേഷം ഒന്നും കൂടി എടുത്തിട്ട് നമ്മൾ അടിച്ചെടുക്കണം. എന്നാലേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടുള്ളൂ. 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഒന്നും കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കണം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞതാണിത്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് അടിച്ചെടുക്കാം. ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടി അടിച്ചെടുക്കാം. മണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി ഇത് ചെയ്യണം കേട്ടോ. എന്നാലേ ഉള്ളൂ. 2 പ്രാവശ്യം ഇങ്ങനെ അടിച്ചെടുക്കണം. 2 പ്രാവശ്യം അടിച്ചെടുത്ത് വെച്ചതാണിത്. പിന്നെ പ്ലാസ്റ്റിക് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഐസ്ക്രീമിൽ ഐസ് കട്ടായിട്ട് വരുള്ളൂ, നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല. ശേഷം ഓവർനൈറ്റ് വെച്ച ഐസ്ക്രീമാണിത്. അപ്പോൾ അത് പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. സ്കൂപ്പ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഐസ്ക്രീം. വാനില എസൻസൊക്കെ ചേർത്തുകൊണ്ട് ചക്കൻ്റെ ഫ്ലേവർ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക.